ശ്രീ ശ്രീ ഹരിദാസ്, എം കെ ഹരിദാസ് വയനാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്താണ്. അവൻ വീട്ടിൻ്റെ പുറത്ത് ഈ പറഞ്ഞ വിറകുപുര എന്ന് പറയില്ലേ, വിറകുപുരയ്ക്ക് വേണ്ടി 4 കമ്പ് കുത്തുന്നു. 4 കമ്പ് കുത്തുമ്പോഴേക്കും 4 കമ്പ് കുത്തി ചെറിയൊരു എന്തോ സെറ്റപ്പ് ഒരുക്കാനാണ്. അപ്പോഴത്തേക്ക് അതുവഴി KSEB ഒരു വണ്ടി പോകുന്നു. അപ്പം ചവിട്ട് നിർത്തുന്നു. സാറന്മാർ ഇറങ്ങി വരുന്നു. എന്തോ ആണെന്ന് ചോദിക്കുന്നു. സാറേ 4 വിറക് വെക്കാൻ പറ്റത്തില്ല, അനുവാദം വേണം എന്ന് പറഞ്ഞ് ആ വിറകുപുര വെച്ചില്ല. അവിടെ ലാസ്റ്റ് വാഴ വെട്ടിക്കുന്നുണ്ട്. എന്താണ്, വാഴയുടെ കമ്പ് പോയി അത് കൊണ്ടാണെന്ന് വെച്ചാൽ വാഴ വെട്ടിക്കുന്നുണ്ട്. അങ്ങനെ 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 കർശനമായി നോക്കുന്ന KSEB 10 വർഷമായത് അവിടെ താന്ന് കിടക്കുകയാണ്. ഊഞ്ഞാൽ കണക്കെ ഇങ്ങനെ താന്ന് കിടന്ന നാട് അത് കാണുന്നില്ല. എം കെ ഹരിദാസ് ഇപ്പോൾ ഈ KSEB കുറ്റം സംബന്ധിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. ന്യായീകരണത്തിനുള്ള ഒരു വകുപ്പും ഒരു പഴുതുമില്ലാത്തതുകൊണ്ടാണ് കുറ്റം സമ്മതിക്കുന്നത്. ശ്രീ ഹരിദാസ്, 3.5 ലക്ഷം രൂപയുടെ വാഴ കൊലവെട്ടാറായ 3.5 ലക്ഷം രൂപയുടെ വാഴ കാര്യക്ഷമതയോടുകൂടി വെട്ടി നശിപ്പിച്ചവരാണ് ഈ KSEBക്കാർ. എന്താ അതിൻ്റെ മുകളിൽ കൂടെ എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈൻ പോകുന്നു. അതിന് നാളെ എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈൻ പോകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 20 മീറ്റർ ഉയരത്തിലാണ്. ആ 20 മീറ്റർ ഒരു വാഴ 20 മീറ്റർ ഉയരത്തിൽ ചെന്നിട്ട് അതിന് കേടുപാട് സംഭവിക്കുമെന്ന് ദീർഘവീക്ഷണത്തോടു കൂടി കണ്ടിട്ടുള്ള ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർക്ക് ഒരു സ്കൂളിൻ്റെ കുഞ്ഞു മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ മുകളിലൂടെ ഊഞ്ഞാല് പോലെ ഞാന്നു പോകുന്ന ഒരു ഇലക്ട്രിസിറ്റിയുടെ വൈദ്യുതി ലൈൻ കാണാൻ പറ്റിയില്ല. താങ്കളുടെ സുഹൃത്ത് 4 വിറകുപുര കെട്ടാൻ വേണ്ടി 4 കുറ്റി കുഴിച്ചിടുന്നത് കാണാൻ പറ്റി. ഇവിടെ വെണ്ണല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ അവരുടെ ഓലപ്പുര മാറ്റിയിട്ട് ബാങ്കിൽ നിന്നും കിട്ടിയ ലോൺ കൊണ്ട് ഒരു ടെറസ് വീട് പണിയുമ്പോൾ ആ വീട് പണി നിർത്തിച്ചത് KSEB ആണ്. കാരണം അതിൻ്റെ മുകളിൽ കൂടി ലൈൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 10 പൈസ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ അവർക്ക് കൈക്കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ജാടകൾ കാണിക്കുക എന്നല്ലാണ്ട് കേരളത്തിലെ KSEB എന്നാണ് ഹാഷ്മി അവരുടെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഇടപെട്ടതിൻ്റെ പേരിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കുമോ? കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലെ അതായത് ഏവിയേഷൻ കോഴ്സിന് ചേർന്ന 19കാരൻ ആ ഏവിയേഷൻ കോഴ്സിൻ്റെ ആദ്യ ദിനത്തിന് പോകുമ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ നാട്ടിയിരിക്കുന്ന ഇരുമ്പ് പൈപ്പിലെ ചാരി നിന്നതേ ഓർമ്മയുള്ളൂ. പിന്നീട് നമ്മൾ കേട്ടത് ആ 19കാരൻ വീടിന് നഷ്ടമായ കാര്യമാണ്. എന്താ, തൊട്ടടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും എർത്ത് ഈ മറ്റേ കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഇരുമ്പ് തൂണിലേക്ക് വന്നിട്ട് ആ പയ്യൻ ഷോക്കടിച്ച് മരിച്ചിരിക്കുകയാണ്. ഞാൻ ഇതായിട്ട് പറയില്ല, 2020 ഒക്ടോബർ 15 എൻ്റെ വിവരാവകാശ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊരു മാധ്യമം ഒരു സപ്ലിമെൻറ്റിൽ ലേഖനം എഴുതി. അന്ന് എന്നെ ദുബായിൽ നിന്നൊരു സ്ത്രീ വിളിച്ചു. ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ? പാടത്ത് പൊട്ടിക്കിടന്ന ലൈനിൽ തട്ടിയിട്ട് അവരുടെ 3 കുട്ടികളും അവരുടെ ഒരു അതായത് ഭർത്താവിൻ്റെ അമ്മയും മരണപ്പെട്ടിട്ട് ഏകദേശം 9 കൊല്ലമായി സാർ ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം വാങ്ങിത്തരാൻ 3 കുട്ടികൾ. അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീക്ക് മെൻ്റൽ വറി വന്നിട്ടാണ് അവരുടെ ഭർത്താവ് ദുബായിയോ ഗൾഫ് രാജ്യങ്ങളിൽ എവിടേക്കോ കൊണ്ടുപോയത് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ കഴിഞ്ഞ 2016 മുതൽ 2024 വരെ KSEBയുടെ അനാസ്ഥ മൂലം മരിച്ചിട്ടുള്ളത് 118 പേരാണ് ഹാഷ്മി. 118 പേര് ഇത്തരത്തിൽ ഞാന്ന് കിടക്കുന്ന വൈദ്യുതി കമ്പികൾ യഥാസമയം വലിച്ചു കെട്ടാതെയും അതുമാതിരി തന്നെ സ്റ്റേ വയറുകളിലേക്ക് ഒഴുകി വരുന്ന എർത്ത് ലീക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെയും കൃത്യമായ പോസ്റ്റുകൾ സ്ഥാപിക്കാതെ അവ ഒടിഞ്ഞു വീണിട്ടുണ്ടായിട്ടുള്ള ദുരന്തങ്ങളാലും കാറ്റിൽ വൈദ്യുതി കമ്പികൾ പൊട്ടി വീണതിൻ്റെ പേരിലൊക്കെ മരിച്ചിരിക്കുന്നത് 118 കുടുംബങ്ങളെയാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡ് അനാഥമാക്കിയിരിക്കുന്നത്. ഇന്ന് ഈ മിഥുൻ നേരത്തെ വരാമെന്ന് പറഞ്ഞു വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇറങ്ങിയ ഒരു കുട്ടി തിരിച്ചു ചെല്ലാതായാൽ ആ വീട്ടിലെ നമ്മൾ പറയുക വീട്ടുകാരുടെ വ്യഥ ആ വീട്ടുകാർക്ക് ജീവിതത്തിൽ മറക്കാനാവുന്ന ഒരു നഷ്ടമാണോ അധികൃതരുടെ ഉത്തരവാദിത്വ കുറവുകൊണ്ടുണ്ടായിരിക്കുന്നത്? ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വകുപ്പുകൾ തമ്മിലുള്ള എന്താണ് വിഴുപ്പലക്കിയിട്ട് ഞങ്ങളല്ല ഉത്തരവാദി. ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കണം ഹാഷ്മി, അതായത് ഇവിടുത്തെ സർക്കാർ സ്കൂളുകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണെന്ന് കരുതിയിട്ട് അവിടേക്ക് വിദേശ ടൂറിസ്റ്റുകൾ കയറിപ്പോകുന്ന അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താങ്കളുടെ റിപ്പോർട്ടർ ഇപ്പോൾ പറഞ്ഞത് തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന കെട്ടിടങ്ങളാണ് ഈ പ്രധാന കെട്ടിടത്തിൻ്റെ പിന്നിൽ നിൽക്കുന്നതെന്ന്. ഈ കേരളത്തിൽ ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പേരിൽ നല്ലൊരു കാറ്റും മഴയും വന്നിട്ട് ആ കെട്ടിടങ്ങൾ തകർന്നു കഴിഞ്ഞാൽ തകരരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോൾ തന്നെ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം എന്താ? ഇത്തരം സ്കൂളുകളെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ട് പോലും ഒരു മന്ത്രി ജനങ്ങളെ നോക്കിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞൊരു വാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് തുല്യമാണ് ഇപ്പോഴത്തെ സർക്കാർ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ ഈ മന്ത്രിക്ക് എന്ത് ചുക്കും ചുണ്ണാമ്പ് പറഞ്ഞിട്ടാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് എന്താണെന്നറിയോ? അതായത് KSEB ഇപ്പം തന്നെ ഹെഡ് മിസ്ട്രസ് എന്താണ് പറയണത്? ഞാൻ ആദ്യം പരാതി എഴുതി കൊടുത്തു, പിന്നീട് പറയുന്നത് വാക്കാൽ പരാതി പറഞ്ഞു. ഈ ഹെഡ് മിസ്ട്രസിനെതിരെ കേസെടുക്കുമെന്ന് ഹാഷ്മിയുടെ റിപ്പോർട്ടർ അവസാനം
അവസാനം പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരു നടപടിയും ഒരാൾക്കെതിരെയും ഉണ്ടാവില്ല. ഇപ്പം ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 15 ദിവസമായില്ലേ? എത്ര പേർക്കെതിരെ എന്ത് നടപടിയാണ് നമ്മുടെ നാട്ടിലെടുത്തിരിക്കുന്നത്? അതിൽ പ്രധാനം ഈ പറയുന്ന അടച്ചു എന്ന് വ്യാജമായി പറയുന്ന ബിൽഡിംഗിലേക്ക് പോയ ബിന്ദുവിനെതിരെ നടപടി എടുത്തില്ലല്ലോ. മഹാഭാഗ്യം. പിന്നാണല്ലോ